ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി വാച്ച് എസ് എന്ന വാച്ചിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അൺബോക്സിങ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു യെല്ലോ പാക്കേജിങ്ങിലാണ് റിയൽമി വാച്ച് എസ് വരുന്നത്. അതിൽ വാച്ചിൻ്റെ ഒരു ഇമേജ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് വാച്ച് തന്നെയാണ്. വാച്ച് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് ഒരു മാഗ്നറ്റിക് ചാർജറും ഡോക്യുമെൻറ്റേഷനും നമുക്ക് ആ ബോക്സിലൂടെ കിട്ടുന്നതാണ്. വേറെ കാര്യമായി ബോക്സിൽ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ വാച്ച് ഫസ്റ്റ് ടൈം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ബിൽഡ് തന്നെയാണ് വാച്ച് ഓഫർ ചെയ്യുന്നത്. അതൊരു അലുമിനിയം അലോയ് കേസിങ്ങിലാണ് ഈ ഒരു വാച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നതാണ്. ബട്ട് ബാക്ക് സൈഡ് വരുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ട് ചീപ്പായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് ബാക്ക് സൈഡും ബിൽഡ് ചെയ്തിരിക്കുന്നത്. സ്ട്രാപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു സിലിക്കോൺ സ്ട്രാപ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സിലിക്കോൺ സ്ട്രാപ്പ് നമുക്ക് ഈസിയായിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ കളേഴ്സിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ഒരു മാസമൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ കളേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് യെല്ലോയോ ഗ്രീനോ അങ്ങനത്തെ കളേഴ്സിലേക്കൊക്കെ മാറാൻ കഴിയുന്നതാണ്. വാച്ചിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ നമുക്ക് സെൻസേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ നമ്മൾ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഒരു 1.3 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഒരു പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 278 പിക്സൽ ഡെൻസിറ്റിയാണ്. 60x360 ആണ് ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ വരുന്നത്. 1.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഓട്ടോ ബ്രൈറ്റ്നസിൻ്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു ബാറ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ 390 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് കിട്ടുന്നത്. 390 mAh ബാറ്ററിയിൽ നമുക്ക് 15 ദിവസം വരെ ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ ഉണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഇത് നമുക്കൊരു ഓപ്ഷനൂടെ വരുന്നുണ്ട്. അതായത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഒരു ഫീച്ചറൂടെ നമുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 ദിവസം മാറി 7 ഡേയ്സിലേക്ക് ചുരുങ്ങുന്നതാണ് ബാറ്ററി ലൈഫ്. വാച്ചിൻ്റെ സൈഡിൽ നമുക്ക് 2 ബട്ടൺസ് കാണാൻ കഴിയും. ഈ ഒരു ബട്ടൺസിൽ കൂടി നമുക്ക് ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് മ്യൂസിക് കൺട്രോൾസിൻ്റെ ഓപ്ഷനും നമ്മുടെ സ്പോർട്സ് മോഡിലേക്കൊക്കെ ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 2 ബട്ടൺസും യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഹോം സ്ക്രീനിലേക്ക് പോകാൻ വേണ്ടിയും നമുക്ക് ഈ ബട്ടൺസ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വാച്ച് നല്ല പ്രീമിയം ഫീൽ ചെയ്യുന്നു. അതിന് കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ്. ഇതിൽ അലുമിനിയം അലോയ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കാൻ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ ചീപ്പായിട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് ഈസി ആയിട്ടുള്ള സ്ക്രാച്ചസ് ഒന്നും ഈ ഒരു വാച്ചിൽ വീഴാൻ ചാൻസ് ഇല്ല. 48 ഗ്രാംസ് ആണ് ഈ ഒരു വാച്ചിൻ്റെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വാച്ചും കൂടിയാണ് റിയൽമി വാച്ച് എസ്. IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അതായത് വെള്ളം വീഴുന്നാലൊന്നും ഈ ഒരു വാച്ച് കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. ഈ ഒരു വാച്ചിൽ 16 സ്പോർട്സ് മോഡ്സ് വരുന്നുണ്ട്. കുറച്ച് സൈക്ലിംഗ്, ജോഗിങ് അങ്ങനത്തെ കുറച്ച് എക്സസൈസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു മോഡ്സ് ഇടുകയാണെങ്കിൽ നമ്മുടെ എല്ലാം ട്രാക്ക് ചെയ്യും. അതായത് നമ്മുടെ ഓക്സിജൻ, ഹാർട്ട് ബീറ്റ്, നമ്മൾ എത്ര സ്റ്റെപ്സ് വെച്ചു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു മോഡ് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഈ ഒരു വാച്ചിൽ ബ്ലഡ് ഓക്സിജൻ മീറ്റർ ഉണ്ട്. അതായത് നല്ലൊരു കാര്യമാണ് ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ റിയൽമി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോർമലായി നമ്മൾ കാണുന്ന എല്ലാ സ്മാർട്ട് ബാൻഡിലുള്ള പോലെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാനും അങ്ങനത്തെ ഫീച്ചേഴ്സും ഈ ഒരു വാച്ചിൽ നമുക്ക് ലഭിക്കുന്നതാണ്. മ്യൂസിക് പ്ലേ ആൻഡ് പോസ് ചെയ്യാനും നമുക്ക് കഴിയുന്നതാണ്. പക്ഷേ ഈ ഒരു വാച്ചിൽ സ്പീക്കേഴ്സ് വരത്തില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു വാച്ച് തന്നെയാണ്. ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ് വരുന്നത് 4999 ആണ്. ഇതിൻ്റെ ഒരു പ്രോ വേരിയൻ്റ് കൂടെ ഉണ്ട്. അത് 10,000 റേഞ്ചിലാണ് ആ ഒരു വാച്ച് വരുന്നത്. ഈ ഒരു വാച്ചിന് നമുക്ക് സ്ട്രാപ്സും അവൈലബിൾ ആണ്. റിയൽമിയുടെ സൈഡിൽ നിന്ന് തേർഡ് പാർട്ടി ആയിട്ടും നമുക്ക് സ്ട്രാപ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ആ ഒരു സ്ട്രാപ്സ് നമുക്കിപ്പോൾ ഒരു മാസമൊക്കെ ഈ ഒരു വാച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ സ്ട്രാപ്പിൻ്റെ ആ ഒരു കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഗ്രീനോ ബ്ലാക്കോ അങ്ങനത്തെ ഏതെങ്കിലും കളറിലേക്ക് മാറാൻ കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ദിസ് ഈസ് അബി JP സൈനിങ് ഓഫ്.